എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇന്ന് ഈ 2026 നെറ്റ്വർക്കിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല കോഴ്സ് എന്താണെന്നുള്ളത്. എൻ്റെ പേര് ഹേമന്ത്. ഞാൻ ബിലേണിലെ ഒരു ട്യൂട്ടറാണ്. സോ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ നെറ്റ്വർക്കിംഗ് കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് CCNA അഥവാ സിസ്കോ സർട്ടിഫൈഡ് നെറ്റ്വർക്ക് അസോസിയേറ്റ് എന്ന കോഴ്സിനെ കുറിച്ചായിരിക്കും. സിസ്കോ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സാണ് CCNA. CCNA പഠിക്കുന്നത് വഴി നെറ്റ്വർക്കിംഗ് കരിയർ നിങ്ങൾക്ക് ശക്തമായ രീതിയിൽ ആരംഭിക്കുവാൻ സാധിക്കും. കാരണം CCNA ബേസിക് നെറ്റ്വർക്കിൻ്റെ ഒരുപാട് കൺസെപ്റ്റുകളിലൂടെയാണ് കടന്നു പോകുന്നത്. CCNA എന്ന കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ISO OSI ലെയർ എന്താണ്, TCP/IP മോഡൽ, സ്വിച്ചിങ് കൺസെപ്റ്റ്സ്, റൗട്ടിംഗ് പ്രോട്ടോകോൾസ്, ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റീസ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ടോപ്പിക്സുകളാണ് CCNA എന്ന് പറയുന്ന കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുന്നത് വഴി അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് നെറ്റ്വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുവാനുള്ള എല്ലാ തരത്തിലുള്ള കൺസെപ്റ്റുകളും മനസ്സിലാക്കാൻ സാധിക്കും. ഇതുവഴി നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ജോലി സാധ്യതകളും CCNA പഠിക്കുന്നത് വഴി നമുക്ക് ലഭ്യമാകും. സിസ്റ്റം നെറ്റ്വർക്ക് എഞ്ചിനീയർ, നെറ്റ്വർക്ക് കൺസൾട്ടൻറ്റ്, നെറ്റ്വർക്ക് സീനിയർ എഞ്ചിനീയർ തുടങ്ങിയ എല്ലാവിധ ജോബ് ഓപ്പർച്യൂണിറ്റീസും CCNA പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുന്നതാണ്. ഇന്ന് നമുക്കറിയാം പലതരത്തിലുള്ള വെൻഡേഴ്സ്, പലതരത്തിലുള്ള ടെക്നോളജീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ CCNA പഠിക്കുന്ന വഴി നിങ്ങൾക്ക് സിസ്കോ എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റും അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും പ്രോട്ടോകോൾസും മാത്രമല്ല പഠിക്കുന്നത്. മറ്റ് വെൻഡേഴ്സായ ജുനിപ്പർ, പാലോവോൾട്ടോ, HP, അരൂബ ഏത് തരത്തിലുള്ള വെൻഡേഴ്സിൻ്റെ ഡിവൈസുകളെ കുറിച്ച് മനസ്സിലാക്കാനും കൺസെപ്റ്റുകളെ കുറിച്ച് മനസ്സിലാക്കാനും വളരെ പെട്ടെന്ന് തന്നെ CCNA എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നതോടുകൂടി സാധ്യമാകുന്നു. അതുപോലെ ഏതൊരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസും ബേസ് ചെയ്യുന്നത് CCNA മോഡലിലാണ്. സോ നിങ്ങൾ നെറ്റ്വർക്കിംഗ് കരിയർ ആരംഭിക്കുവാനും അതിലൂടെ ഒരു ജോലി സാധ്യതയ്ക്കും ഏതെങ്കിലും ഓർഗനൈസേഷനിൽ പോകുമ്പോൾ ഇൻ്റർവ്യൂ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് CCNA ബേസ്ഡ് ടോപ്പിക്സ് ആയിരിക്കും. സോ CCNA പഠിക്കുന്നത് വഴി നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൽ പെർഫോം ചെയ്യുവാനും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസും കൂടുതലാകുന്നു. അതുപോലെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഓട്ടോമേഷൻ വന്നല്ലോ, ഇനി എന്താണ് നെറ്റ്വർക്കിങ്ങിൻ്റെ സാധ്യത, അല്ലെങ്കിൽ CCNAക്ക് എന്താണ് സാധ്യത? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മേഖലകളിലും ഓട്ടോമേഷൻ വന്നിട്ടുണ്ട്. നെറ്റ്വർക്കിങ്ങിൽ മാത്രമല്ല, നമ്മുടെ ലോകത്ത് കാണുന്ന എല്ലാത്തരം മേഖലകളിലും ഓട്ടോമേഷൻ എന്ന് പറയുന്നത് വന്നിട്ടുണ്ട്. ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ജോലി ലഘൂകരിക്കുവാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ്. സോ CCNA അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് അറിയുന്ന ഒരാൾക്ക് ഓട്ടോമേഷൻ വന്നതുകൊണ്ട് ജോലി ഒരിക്കലും നഷ്ടമാകുന്നില്ല. കാരണം ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ് ചെയ്യുന്നത്. നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് ബേസിക് ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് നെറ്റ്വർക്കിംഗ് മേഖലയിൽ ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ CCNA പഠിച്ചൊരു നെറ്റ്വർക്കിംഗ് എഞ്ചിനീയർക്ക് അല്ലെങ്കിൽ CCNA അറിയാവുന്ന ഒരാൾക്ക് നെറ്റ്വർക്കിംഗ് മേഖലകളിൽ എങ്ങനെ ഓട്ടോമേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നും എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓട്ടോമേഷൻ ഐഡിയാസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടാൻ രൂപകൽപ്പന ചെയ്യിപ്പിക്കാം എന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കാം. സോ ഓട്ടോമേഷൻ വരുന്നത് കൊണ്ട് നെറ്റ്വർക്കിംഗ് മേഖലയിൽ ജോലി കുറയുകയല്ല, മറിച്ച് ഓപ്പർച്യൂണിറ്റീസ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ കരിയറിൽ നെറ്റ്വർക്കിംഗ് കരിയർ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് CCNA എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള നെറ്റ്വർക്കിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയും അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മറ്റു മേഖലകളിലേക്ക് CCNP സെക്യൂരിറ്റി ആയിക്കോട്ടെ, AWS അല്ലെങ്കിൽ Azure പോലുള്ള ക്ലൗഡ് ടെക്നോളജി ആയിക്കോട്ടെ, സൈബർ സെക്യൂരിറ്റി ആയിട്ട് ഏതിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക് ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത് നെറ്റ്വർക്കിങ്ങിൽ CCNA എന്ന് പറയുന്ന കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഓൾവേസ് ചൂസ് ഫസ്റ്റ് CCNA, then switch the career. Thank you.